റജബ് മാസപ്പിറവി കണ്ടാൽ അല്ലാഹു അക്ബർ, അല്ലാഹു അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാമി റബ്ബി വ റബ്ബുക്കല്ലാഹു ഹിലാലു റുഷ്ദിൻ വ ഖൈർ എന്ന ദുആ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. ശേഷം റജബിലെ മാസം കണ്ടു, ശേഷം സൂറത്തുൽ മുൽക്ക് നമ്മൾ റജബിൻ്റെ ആദ്യ രാവുകളിൽ പാരായണം ചെയ്യേണ്ടതുണ്ട്. റജബ് മാസത്തിലെ എല്ലാ ദിവസവും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഇഖ്ലാസ് സൂറത്ത് 100 തവണ ചൊല്ലേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂല് എപ്പോഴും ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് റജബ് മാസം പിറവി കണ്ടു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്ന് ഹബീബായ മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും ഈ ദുആ, ഈ പ്രാർത്ഥന പതിവാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റജബ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസം സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന് 100 തവണ നാം ചൊല്ലേണ്ടതുണ്ട്. നടുവിലെ 10 റജബ് മാസത്തിലെ രണ്ടാമത്തെ 10 സുബ്ഹാനല്ലാഹിൽ അഹദി സ്വമദ് എന്ന് 100 തവണ നാം ചൊല്ലേണ്ടതുണ്ട്. അവസാനത്തെ 10 അഥവാ അവസാനത്തെ രാവുകളിൽ സുബ്ഹാനല്ലാഹി റഊഫ് എന്ന ദിക്ർ നമ്മൾ 100 തവണ നാം ചൊല്ലേണ്ടതുണ്ട്. കൂടാതെ എല്ലാ ദിവസവും സുബഹിക്ക് ശേഷവും മഗ്രിബിക്ക് ശേഷവും അല്ലാഹു മഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ 70 പ്രാവശ്യം ഈ പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ പ്രാർത്ഥന 70 പ്രാവശ്യം സുബഹിക്ക് ശേഷവും മഗ്രിബിക്ക് ശേഷവും എല്ലാ റജബ് മാസവും ഇങ്ങനെ ചെയ്താൽ എന്താണ് അതിനുള്ള ഗുണം? നരകം അവൻ്റെ തൊലിയെ സ്പർശിക്കുകയില്ല എന്നാണ് ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വരാം.